CPI കൃഷ്ണപുരം നോർത്ത് ലോക്കൽ കമ്മിറ്റി പൊതുസമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും നടത്തി. പുതുതായി പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എത്തിയവർക്ക് സ്വീകരണവും നൽകി. CPI കൃഷ്ണപുരം നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതുസമ്മേളനവും നവാഗതർക്ക് പാർട്ടിയിലേക്ക് സ്വീകരണവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം CPI ദേശീയ കൗൺസിൽ അംഗം TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. അത് സംഘടനാപരമായി ആ കമ്മിറ്റികൾ ചേർന്നാണ് അത് സമ്മതമായി തീരുമാനമെടുക്കുന്നത്. അല്ലാതെ TJ ആഞ്ചലോസിനോ അഡ്വക്കേറ്റ് സോളമനോ വ്യക്തിപരമായി ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉച്ചമുതൽ ആ ഘടകത്തിൻ്റെ യോഗം ചേർന്ന്, അതുകൊണ്ടാണ് മണ്ഡല സെക്രട്ടറി തന്നെ ആദ്യം സംസാരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉച്ചമുതൽ കമ്മിറ്റി കൂടുന്നത് കുറേ പേർക്കെങ്കിലും അറിയും. ഓരോ വർഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വത്തിൻ്റെ പുനഃപരിശോധനയും മറ്റു കാര്യങ്ങളും എല്ലാം നടത്താറുണ്ട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ആദർശ ശിവൻ സ്വാഗതം പറഞ്ഞു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സോളമൻ, സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് A. ഷാജഹാൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ്, ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി N. ശ്രീകുമാർ, AYF മണ്ഡലം പ്രസിഡന്റ് P. അജിത, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി N. സോമലത, മണ്ഡലം കമ്മിറ്റി അംഗം TK ബിജു, സ്വപ്ന മോഹൻ, സുരേന്ദ്രൻ, ആകാശ് ഉണ്ണിത്താൻ, ശ്യാം M തുടങ്ങിയവർ പങ്കെടുത്തു. മുതൽ ഇന്ത്യയിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കർഷകർക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ചെറുപ്പക്കാർക്കും ഈ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സുപ്രധാനമായ അതിൻ്റെ ഉത്തരവാദിത്വ ബോധം. ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ ഇവിടെ ഇന്ന് ഇന്ത്യയിൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അതിന് വിഘാതമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട നിലപാടുകൾക്കെതിരെ അതിശക്തമായി പടപൊരുതുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. കഴിഞ്ഞാൽ വളരെ തമാശയായിട്ട് തോന്നും എന്ന് പറഞ്ഞ പോലാണ് പാർട്ടിയുടെ കാര്യവും. 100 വയസ്സുള്ള ഒരാള് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഊന്നുവടി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും സഹായം വേണം. പാർട്ടിക്ക് സഹായം വേണം, എങ്കിലും പാർട്ടി എപ്പോഴും ശൈശവദശയിലാണെന്നുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നാവുന്ന കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെയാണല്ലോ നമ്മളും ഈ പാർട്ടിയോടൊപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രയോ വലിയ മഹാരഥന്മാർ മൺമറഞ്ഞു പോയി ഈ പ്രസ്ഥാനം ഉണ്ടാക്കി കൊണ്ടുവന്നവർ. അതിനുശേഷമുള്ള നേതാക്കന്മാരും ഇങ്ങനെ വളരെ അനസ്യൂതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.